ഞാൻ എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? വലിയ തെരുവ് കോണുകളിലും മീറ്റിങ്ങുകളും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലും ഞാനിരുന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നൊരു ചിന്താഗതി മനുഷ്യരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര താണ്ടി വലിയ മെഗാ മീറ്റിങ്ങുകളും വലിയ മെഗാ ജനക്കൂട്ടത്തിൻ്റെ നടുവിലും മനുഷ്യരെല്ലാവരും തള്ളുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഇതൊക്കെ മനുഷ്യൻ്റെതായ ചിന്താഗതികൾ മാത്രമാണ്. എന്നാൽ ദൈവം എന്താണ് പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ തെരുവുകളിലും പള്ളികളിലും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും പ്രാർത്ഥിക്കാനല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്നത് നിന്റെ വീടിനകത്ത്, നിന്റെ അറയ്ക്കകത്ത് നീ കയറി ഒറ്റയ്ക്കിരുന്ന് കതവടച്ച് ദൈവിക സാന്നിധ്യം ഒറ്റയ്ക്കിരുന്ന് അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നിനക്ക് പ്രതിഫലം തരുന്നത്. ഇന്ന് പലപ്പോഴും പലരും മറക്കുകയാണ്. എവിടേക്ക് യാത്ര ചെയ്തോ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് എന്തെങ്കിലും കാണിച്ചാൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നൊരു ചിന്താഗതി നിന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയല്ല. മനുഷ്യർ പറയുന്നതല്ല നീ വിശ്വസിക്കേണ്ടത്. ഇവിടെ പറഞ്ഞത് യേശുക്രിസ്തുവാ. തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ മധ്യത്തിൽ താൻ പറഞ്ഞൊരു കാര്യമാണ്. നീ പ്രദർശനക്കാരനെ പോലെ ആകരുത്. നിന്റെ പ്രാർത്ഥന മറ്റാരും കാണരുത്. നിന്റെ അറയ്ക്കകത്ത്, നിന്റെ മുറിക്കകത്ത് നീ ഒറ്റയ്ക്കിരുന്ന് നിന്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി പ്രതിഫലം തരുന്നത്.